വാർത്തകൾ തുടരുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 8 മലയാളികൾ മരിച്ചു. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് അപകടം. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഈ ഒരു അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തമിഴ്നാട് വാൽപ്പാറയിലാണ് ഈ ഒരു അപകടമുണ്ടായത്. വളരെ ദാരുണമായ ഒരു അപകടം തന്നെയാണ്. ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 8 മലയാളികൾ മരിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച്. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. നേരത്തെ നൽകിയിരുന്ന വിവരങ്ങൾ അനുസരിച്ച് 8 പേരിൽ 7 സ്ത്രീകളും ഒരു പുരുഷനുമാണെന്നാണ് വിവരങ്ങൾ. ഇവർ വിനോദയാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. ഈ ഒരു വളവിൽ വെച്ചാണ്, ഒരു ഹെയർപിൻ വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 8 മലയാളികൾ മരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ ചിലർക്ക് കൂടുതൽ പരിക്കുകൾ ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇവരെയൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിദാരുണമായ ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വാൽപ്പാറ മേഖല വിനോദസഞ്ചാര ഒരു കേന്ദ്രം തന്നെയാണ്. ഇവിടേക്ക് വിനോദയാത്രയ്ക്ക് വന്നതാണ് ഇവർ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഈ ഒരു അപകട വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ ആ സ്കൂളിൽ നിന്നുള്ള PTA ചുമതലയുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അപകട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ആ വാഹനത്തിലുണ്ടായിരുന്നവരുടെ പേര് പറയുന്നത് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായ അജിത, റംല, സുഹറ, ആശ, ഷക്കീല, അതുപോലെ തന്നെ ആ സ്കൂൾ വാൻ ഓടിക്കുന്ന നൗഷാദ് എന്നിങ്ങനെ ഉള്ള പേരുകളും. ഇതിനിടയിൽ 2 കുട്ടികളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വ്യക്തത ലഭ്യമായിട്ടില്ല. ഇത് PTA പ്രസിഡന്റ് നൽകിയ വിവരമാണ്. അവർ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. എന്തായാലും ഏകദേശം 5 മണിയോടുകൂടിയാണ് ഈ 13ാമത്തെ ഹെയർപിൻ ഇറങ്ങുന്നതിനിടയിൽ അത് വാഹനം മറിഞ്ഞ് 9ാം വളവിന് താഴേക്ക് എത്തുകയായിരുന്നു. വാഹനം പൂർണ്ണമായും തകർന്നു. വാഹനം തകർന്നതിനൊപ്പം തന്നെ 4 പേർ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങിയിരുന്നെങ്കിൽ തന്നെയും പക്ഷേ വാഹനങ്ങളിൽ ഇവരെ പൊള്ളാച്ചിയിലേക്കാണ് പരിക്കുപറ്റിയവരെ കൊണ്ടുപോയിരുന്നത്. മരണമടഞ്ഞവരുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് അവിടുന്ന് മാറ്റിയിട്ടുള്ളത്. ഇവർ ഈ സ്കൂളിൽ നിന്ന് എത്തിയ അധ്യാപകരുടെ സംഘം ആദ്യം ചാലക്കുടിയിലെത്തി. ചാലക്കുടിയിൽ നിന്നും വാൽപ്പാറയിലെത്തി. വാൽപ്പാറയിൽ സന്ദർശിച്ചതിന് ശേഷം മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരം. വാഹനത്തിൽ 13 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 13 പേരും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ചേണ്ടിയിൽ LP സ്കൂളിൽ ഉള്ള ആളുകൾ എന്നാണ്. അതിൽ അധ്യാപകരും ഒപ്പം തന്നെ വാഹനം ഓടിച്ചിരുന്ന സ്കൂൾ വാൻ ഓടിക്കുന്ന ഡ്രൈവർ നൗഷാദും ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ മരണമടഞ്ഞത് 7 സ്ത്രീകളും ഒരു പുരുഷനും എന്നുള്ള വിവരമാണ്. നൗഷാദാണ് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ അപകടം സംബന്ധിച്ച് ഈ വാഹനത്തിലുണ്ടായിരുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതൊരു LP സ്കൂളിലെ അധ്യാപകരാണ്. അവർ വേനൽക്കാല അവധി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വാൽപ്പാറയിലേക്ക് ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചതെന്ന് പറയുന്നു. രാവിലെയോടുകൂടിയാണ് സംഘം മലപ്പുറത്തെ സ്കൂളിൽ നിന്നും പുറപ്പെട്ടത്. അതിനുശേഷം ഇവർ ചാലക്കുടിയിലെത്തി. അവിടെ നിന്നാണ് വാൽപ്പാറയിലേക്ക് പോയത്. വാൽപ്പാറ സന്ദർശിച്ച് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് സ്കൂളിൻ്റെ എച്ചമായ ആശ, അജിത, റംല, സുഹറ, അതുകൂടാതെ തന്നെ ഷക്കീല, നൗഷാദ് എന്നിങ്ങനെയാണ് പേരുകൾ നമുക്ക് ലഭിക്കുന്നത്. ഈ നൗഷാദ് അവിടുത്തെ ഡ്രൈവർ, ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ പേരുകളാണിത്. അതുപോലെ തന്നെ 2 കുട്ടികളുടെ കാര്യം കൂടി പറയുന്നുണ്ട്, റുഖിയെന്നും നിഷാമെന്നും. പക്ഷേ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല. എന്തായാലും അതിദാരുണമായ ഒരു അപകടം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ മരണമടഞ്ഞ ആളുകളുടെ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ 8 മൃതദേഹങ്ങളും പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പറ്റിയവരെ ഇപ്പോൾ പൊള്ളാച്ചിയിൽ ആശുപത്രിയിലാണുള്ളത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവം തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് നടന്നതെങ്കിൽ തന്നെയും ഷോളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നും ഒപ്പം തൃശ്ശൂർ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ വേഗത്തിലെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഷോളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് എത്തിയ സംഘമാണ് പരിക്ക് പറ്റിയവരെ ആശുപത്രികളിലേക്ക് മാറ്റിയത്. ഇത്രയും വിവരങ്ങളാണ് ലഭ്യമായിക്കൊണ്ട്. എന്തായാലും ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ
കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. മറ്റൊരു വാഹനവുമായി ഉരസിയതിനു ശേഷം 13ാമത്തെ വളവിൽ നിന്നും ഏകദേശം 200 അടിയോളം താഴ്ചയുള്ള 9ാം വളവിലേക്ക് മറിഞ്ഞ് ആണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. വാഹനം പല ആവർത്തി മലക്കം മറിഞ്ഞതിന് ശേഷമാണ് ഈ താഴ്ചയിലുള്ള കൊക്കയിലേക്ക് മറിഞ്ഞത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രദേശത്ത് വലിയ തരത്തിലുള്ള കൊക്കകളുള്ള പ്രദേശമാണ്. അതിൻ്റെ ഭാഗത്തുകൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. വലിയ അപകട സാധ്യതയുള്ള സ്ഥലമാണ്. വളരെ സൂക്ഷിച്ച് മാത്രം വാഹനം ഓടിച്ചു പോകാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. അപകട സാധ്യതയേറിയ ഒരു സ്ഥലമാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ബിനോയ്, അതേസമയം ഈ മരണസംഖ്യ 10 എന്നുള്ളൊരു അനൗദ്യോഗിക റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. മരണസംഖ്യ 10 എന്നുള്ള രീതിയിലുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം 2 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ അനൗദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് 10 പേരുടെ മരണമാണ്. അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല. കാരണം ഈ ഭാഗത്ത് നിന്നും ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ആ സ്ഥലവാസികൾ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത്. കാരണം മൃതദേഹങ്ങളും ഒപ്പം പരുക്ക് പറ്റിയവരെയും എല്ലാം തന്നെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. തമിഴ്നാട് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും അതിദാരുണമായ ഒരു അപകടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സാധാരണഗതിയിൽ ഈ വേനൽക്കാലമാകുമ്പോൾ അവധി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ വാൽപ്പാറ കേന്ദ്രീകരിച്ച് ആളുകൾ വിനോദയാത്രയ്ക്ക് പോകുന്ന പതിവുണ്ട്. ഒരു സ്കൂളിലെ തന്നെ പാചകക്കാർ, സ്കൂളിലെ ബസ് ഓടിക്കുന്ന ഡ്രൈവർ, ഇങ്ങനെ തുടങ്ങുന്ന 13 പേരായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. വാഹനം ഏകദേശം 200 അടി താഴ്ചയിലേക്ക്, അതായത് 13ാമത്തെ ഹെയർപിൻ വളവിൽ നിന്നും ഏകദേശം 200 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. 9ാമത്തെ വളവിൽ എത്തിയപ്പോഴേക്കും വാഹനം ഏകദേശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. വാഹനത്തിന് പുറത്ത് ഏകദേശം 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ചിതറിയ നിലയിൽ, അതായത് വാഹനത്തിന് പുറത്ത് വെളിയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ പരിക്കു പറ്റിയവരെ ഷോളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് എത്തിയ സംഘമാണ് പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. നമുക്ക് കിട്ടുന്ന അവസാന വിവരം അനുസരിച്ച് തൃശ്ശൂരിൽ നിന്നുള്ള ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം ആ സ്ഥലത്തേക്കും പൊള്ളാച്ചിയിലേക്കും തിരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ PTA, അതായത് മലപ്പുറം LP സ്കൂളിലെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പൊള്ളാച്ചിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. അവർ നൽകുന്ന വിവരം അനുസരിച്ചാണ് ഈ വാഹനത്തിൽ 13 പേര് ഉണ്ടായിരുന്നുവെന്നും സ്കൂളിലെ, അതായത് മലപ്പുറം ചേങ്ങയിൽ LP സ്കൂളിലെ അധ്യാപകരും ഒപ്പം തന്നെ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവറും ഉൾപ്പെടെയുള്ളവരായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ആ സ്കൂളിൻ്റെ HM ആശ, ഒപ്പം തന്നെ അജിത, റംല, സുഹറ, ഇങ്ങനെ തുടങ്ങി ഈ പേര് വിവരങ്ങൾ, ഒപ്പം തന്നെ റുഖിയ, അതുപോലെ ഷക്കീല, നൗഷ, ഇത്രയും പേര് വിവരങ്ങളാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അല്പസമയത്തിനുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഈ സ്ഥലത്ത് കാരണം വനമേഖലയാണ്, അവിടെ നിന്ന് വളരെ കുറച്ച് മാത്രം വിവരങ്ങൾ, അതായത് മൊബൈൽ റേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നാട്ടുകാരിൽ നിന്ന് മാത്രം ലഭ്യമാകുന്ന ഒരു സ്ഥിതിയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നു എന്നുള്ളതാണ്. അനൗദ്യോഗിക റിപ്പോർട്ടുകൾ അനുസരിച്ച് 10 മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് 8 പേരാണ് മരണമടഞ്ഞത്. 8 പേരുടെയും മൃതദേഹങ്ങൾ കൊക്കയുടെ ഭാഗങ്ങളിലൊക്കെ തന്നെ തെറിച്ചു വീണിരുന്നു. അവിടെ നിന്ന് ഇതെല്ലാം പുറത്തേക്ക് എടുത്തു. അതിനുശേഷം അതെല്ലാം ഇപ്പോൾ പൊള്ളാച്ചിയിലെ ഭാഗത്തേക്ക്, പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്, പൂർണ്ണമായും തകർന്നു പോയി. അതിൽ 2 പേർ ആ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ആ സമീപത്തെ സ്ഥലത്തു കൂടി പോയ വാഹനത്തിലുണ്ടായിരുന്നവരും അതുവഴി അവിടെയുള്ള ആളുകളും ചേർന്നാണ് വാഹനത്തിനകത്ത് നിന്ന് ആളുകളെ പുറത്തേക്ക് എടുത്തത്. ആദ്യഘട്ടത്തിൽ പരിക്ക് പറ്റിയ 4 പേരെയാണ് പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. തൊട്ട് പിന്നാലെ മൃതദേഹങ്ങളും പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നും വാൽപ്പാറയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. അതുവഴി എത്തിയ വിനോദസഞ്ചാരികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. വാഹനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. അപകട കാരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വൈകുന്നേരം 5 മണിയോടുകൂടിയായിരുന്നു അപകടം എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ശരി, വ്യക്തമാണ്. തമിഴ്നാട് വാൽപ്പാറയിൽ
ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 8 മലയാളികൾ മരിച്ചു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം 10 പേർ മരിച്ചു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് അപകടം നടന്നിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. മലപ്പുറം സ്വദേശികളാണ് എന്നതാണ് സൂചന ലഭിക്കുന്നത്. വാൽപ്പാറയിലേക്കുള്ള 9ാം ഹെയർപിൻ വളവിലാണ് ഇത്തരത്തിലൊരു അതിദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് ഈ ഒരു വാഹനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. ബിനോയ്, ഇപ്പോൾ 10 പേർ മരിച്ചു എന്നുള്ള അനൌദ്യോഗിക കണക്കുകളാണ്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടോ? അതെ, ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരം എന്നായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന വിവരം. അതനുസരിച്ച് ആണ് നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നത്. കാരണം 8 പേര് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു. ഇവർ മലപ്പുറം പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകരും അവരുടെ കുടുംബവുമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 3 കുട്ടികളും സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നു. എന്തായാലും അതിദാരുണമായ ഒരു അപകടം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. സംഭവ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാഹനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഏകദേശം 200 അടി ഉയരത്തിൽ നിന്നും, അത് ഏകദേശ കണക്കാണ്, അതിൽ കൂടുതൽ ഉയരം ഉണ്ടാകുമെന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. ആ ദൃക്സാക്ഷികൾ തന്നെ നമ്മളോട് വിവരം പങ്കുവച്ചതും അങ്ങനെ തന്നെയാണ്. 13ാമത്തെ വളവിൽ നിന്നും താഴേക്ക് വാഹനം മറിഞ്ഞ് 9ാമത്തെ വളവിലേക്ക് വീഴുകയായിരുന്നു. മലക്കം മറിഞ്ഞു വന്ന വാഹനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ പരിക്ക് പറ്റിയവരെയും ഒപ്പം മൃതദേഹങ്ങളും എല്ലാം തന്നെ പൊള്ളാച്ചിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ മധ്യവേനൽ അവധിക്കാലമായതുകൊണ്ട് തന്നെ ഈ വാൽപ്പാറയിലേക്ക് നിരന്തരമായിട്ടുള്ള വിനോദസഞ്ചാരികളുടെ യാത്ര, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വാഹനങ്ങളിലുള്ള യാത്ര വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ മധ്യവേനൽ അവധിക്കാലവും എവിടേക്ക് യാത്ര പോകണമെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചും മധ്യകേരളത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെടുകയും ബന്ധുക്കളെയും കൂട്ടിയും അതേപോലെ സുഹൃത്തുക്കളെയും കൂട്ടിയും വിദ്യാർത്ഥികളെയും കൂട്ടിയും ഒക്കെ യാത്ര പോകുന്ന ഒരു ഇടമായിട്ട് വാൽപ്പാറ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് വനമേഖലയിലാണ് ഈ അപകടം നടന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തീർച്ചയായും ഇത് വനമേഖലയിലാണ്. അത് മാത്രവുമല്ല, വലിയ തരത്തിലുള്ള കൊടും വളവുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ മലയോര മേഖലയും വനമേഖലയും കൂടിയാണ്. അത് പ്രത്യേകിച്ചും ഈ റോഡ് നിർമ്മാണം തന്നെ മലകളോട് ചേർന്ന് പ്രദേശങ്ങൾ നിരത്തി നിർമ്മിച്ചിരിക്കുന്ന റോഡുകളാണ്. ആ റോഡിൽ 13ാമത്തെ വളവിലാണ് ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള അപകടത്തിന് വഴിവെച്ചിരിക്കുന്നത്. അവിടെ നിന്നും വാഹനം ഏകദേശം 200 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ദൃക്സാക്ഷികൾ നൽകുന്നത്. ഉച്ചയോടുകൂടി ആണ് ഈ സംഘം വാൽപ്പാറയിൽ എത്തുന്നത്. വാൽപ്പാറയിലെത്തി അവിടെ ആ സ്ഥലത്തെ സന്ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം തിരിച്ചു വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. രാവിലെയാണ് അവർ മലപ്പുറം സ്കൂളിൽ നിന്ന് പുറപ്പെട്ടത്. അതിനുശേഷം അവർ വിവിധ സ്ഥലങ്ങളിലെത്തി അവസാന ഘട്ടം എന്ന നിലയ്ക്കാണ് ഈ സ്ഥലത്തേക്ക് വന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൌഷാദ് എന്ന് പറയുന്ന ഡ്രൈവർ ആണ് വിവരങ്ങൾ നൽകിയതെന്നാണ് PTA പ്രസിഡന്റ് പറയുന്നത്. PTA പ്രസിഡന്റും ഒപ്പം തന്നെ സ്കൂളിലെ മറ്റ് അധ്യാപകരും അടങ്ങുന്ന സംഘം ഇപ്പോൾ പൊള്ളാച്ചിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് പൊതുവേ ഇത്തരത്തിലുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയിലെല്ലാം പൊതുവേ അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ്. അപ്പോൾ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ അതിൻ്റെ ആവേശം തീർന്നിരിക്കും. പൊതുവേ ഒരു ഉറക്കത്തിൻ്റെ പ്രവണത പൊതുവേ യാത്രക്കാർക്കുണ്ട് ഉണ്ടാവും. അത് ഡ്രൈവറിലേക്ക് പകരുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വിനോദ് സൂചിപ്പിച്ചതുപോലെ എന്താണ് അപകട കാരണമെന്ന് വ്യക്തമായിട്ടില്ല. തീർച്ചയായും ഇത് അപകട കാരണം ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാകാം എന്നാണ് ദൃക്സാക്ഷി, അതായത് ആ സ്ഥലത്തെ 2 ദൃക്സാക്ഷികളെയാണ് നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് സലിം എന്ന് പറയുന്ന ആ നാട്ടുകാരൻ. അദ്ദേഹം പറയുന്ന അനുസരിച്ച് വലിയൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വാഹനം മറിഞ്ഞ് താഴേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവർ ഓടി എത്തുമ്പോഴേക്കും വാഹനത്തിനകത്ത് നിന്ന് 4 പേര് പുറത്തേക്ക് തെറിച്ചു വീഴുന്ന ഒരു ദൃശ്യവും അവർ കണ്ടിരുന്നു. ആ കാഴ്ച അവർ കണ്ടു. അതിനുശേഷം ഏകദേശം 10ഓളം പേര് ആ സ്ഥലത്തെത്തി. അവരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. പരിക്ക് പറ്റിയവരെ അവിടെ നിന്നും ഷോളയാറിലേക്ക് നിന്നെത്തിയ ഒരു സംഘത്തിൻ്റെ വാഹനം ഏകദേശം വളരെ വേഗത്തിൽ തന്നെ കഴിയുന്നത്രയും പരമാവധി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. കാരണം നമുക്കറിയാം വനമേഖലയാണ്, വിനോദസഞ്ചാരികൾ മാത്രം അതുവഴി കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ആളുകൾ നൽകിയ വിവരമനുസരിച്ചാണ് ഷോളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നും, അത് തമിഴ്നാട് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചെക്ക് പോസ്റ്റാണ്, അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഏകദേശം 12 കിലോമീറ്റർ വരെയാണ്
എന്നൊക്കെയാണ് ആ ദൂരത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത്. അവിടെ നിന്ന് എത്തിയ ആളുകളാണ് ആദ്യഘട്ടത്തിൽ പരിക്ക് പറ്റിയവരെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അതിദാരുണം എന്ന് പറയുന്നത് 3 കുട്ടികൾ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മരണമടഞ്ഞവരുടെ കൂട്ടത്തിലും കുട്ടികളുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇതിൽ 40 ഹെയർ പിൻ വളവുകളാണ് ഈ വാൽപ്പാറ ചുരത്തിലുള്ളത്. 40 ഹെയർ പിൻ വളവുകൾ. ഈ ഹെയർ പിൻ വളവുകളാൽ ചുറ്റപ്പെട്ട ഇടവുമാണ് വാൽപ്പാറ എന്ന് പറയുന്നത്. ഈ ചുരത്തിൽ വ്യൂ പോയിന്റുകളും അടക്കമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ചാലക്കുടി, അതിരപ്പള്ളി, മലക്കപ്പാറ വഴിയാണ് ഈ സംഘം വാൽപ്പാറയിലെത്തിയത്. ഇതിൽ ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള വിവരം ലഭ്യമാവുന്നുണ്ട്. അത് പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഈ അപകടത്തിനിടയാക്കിയ അല്ലെങ്കിൽ അപകടം പറ്റിയ വാഹനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളത് പെരിന്തൽമണ്ണ സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. എന്തായാലും പൊള്ളാച്ചി വാൽപ്പാറയിൽ മിനി വാൻ മറിഞ്ഞ് 8 മലയാളികൾ മരിച്ചു എന്നുള്ള വാർത്ത അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഈ നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എന്ന് മാത്രമല്ല, ആ വാഹനത്തിലുണ്ടായിരുന്ന മൊത്തം 13 പേരിൽ മറ്റുള്ളവരുടെ പരിക്ക്, ചിലരുടെ നില ഗുരുതരമാണ് എന്നുള്ള വാർത്തയും പ്രധാനപ്പെട്ട ഒന്നാണ്. അവർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിൽ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എന്താവുമെന്നുള്ളത് ആശങ്കാകുലമാണ്. ഇതിൽ 8 പേരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയായിരുന്നു. വാൽപ്പാറയിൽ നിന്ന് ഇവർ പൊള്ളാച്ചിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. വൈകിട്ടോടെയാണ് ഈ അപകടം ഉണ്ടായത്. മലപ്പുറത്ത് നിന്ന് വിനോദയാത്രയ്ക്ക് പോയ അധ്യാപക സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം പാറമ്മൽ LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും എന്നുള്ള നിലയ്ക്കാണ് ഒരു വിവരം വരുന്നത്. ഇതിൽ 13-ാം ഹെയർ പിൻ വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ വാൻ 11-ാം വളവിലാണ് വന്ന് പതിച്ചത്. അപ്പോൾ 13-ാം ഹെയർ പിൻ വളവിൽ നിന്ന് അവിടെ എത്തുമ്പോൾ നിയന്ത്രണം വിട്ട് ഈ വാൻ താഴ്ചയിലേക്ക് മറിയുന്നു. 13-ാം ഹെയർ പിൻ വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ വാൻ വന്ന് വീഴുന്നത്, അതിശക്തമായിട്ടുള്ള രീതിയിൽ വീഴുന്നത് 11-ാം വളവിലാണ്. ഇവരെ പരിക്കേറ്റവരെയൊക്കെ പൊള്ളാച്ചിയിലെ ആശുപത്രികളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഡ്രൈവർ അടക്കം 13 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മറ്റൊരു വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചാണ് ഈ അപകടം നടന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 40 ഹെയർ പിൻ വളവുകളുള്ള ഇടമാണ് വാൽപ്പാറ ചുരം. അവിടെ വ്യൂ പോയിന്റുകൾ അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. പലയിടങ്ങളിലും ഈ ഹെയർ പിൻ വളവുകളിൽ തന്നെ ചില പ്രത്യേക ഒതുക്ക് സ്ഥലങ്ങളിൽ വാഹനം നിർത്തിയിട്ട് വ്യൂ പോയിന്റുകൾ അടക്കമുള്ളവയിൽ അവിടെ ആളുകൾ നിൽക്കാറുമുണ്ട്. പൊതുവെ ചാലക്കുടി, അതിരപ്പള്ളി, മലക്കപ്പാറ വഴിയാണ് ഈ സംഘം വാൽപ്പാറയിൽ എത്തിയത്. പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം. അരുണിമ. തമിഴ്നാട് വാൽപ്പാറയിലാണ് ഈ ഇത്രയും അതിദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രദേശം നിരവധി കൊക്കകളുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇവിടെ ഇതിനു മുൻപും അപകടങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു പ്രദേശമാണോ? അതെ, വാൽപ്പാറയിലുണ്ടായ ഈ വാഹനാപകടം ഇതിനു മുൻപ് സമാനമായിട്ടുള്ള അപകടങ്ങൾ നടന്നതിൻ്റെ സമീപ ചരിത്രം ഇല്ല. വാൽപ്പാറ പൊതുവെ സമാധാനപരമായിട്ട് പോയി വരുന്നൊരു ഇടം എന്നുള്ള നിലയിൽ പ്രശസ്തമായിട്ടുള്ള ഒന്നായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അതൊരു ദുരന്ത വാർത്തയായിട്ട് മാറുന്നു. മലപ്പുറം, കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഗുരുതരാവസ്ഥയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള 13-ാം ഹെയർ പിൻ വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. 5:30 കൂടിയിട്ടാണ് ഈ സംഘം അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം പാറമ്മൽ സ്കൂളിലെ അധ്യാപകരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അധ്യാപകർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോയ, തമിഴ്നാട്ടിലായതുകൊണ്ട് കേരളത്തിൽ നിന്നും പോയ മിനി വാൻ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പ്രാഥമികമായിട്ട് ആദ്യം വന്നത്. പിന്നീടാണ് ഈ 8 മരണവും അതിനെ തുടർന്ന് പിന്നെ ഗുരുതരാവസ്ഥയിലായുള്ളവരുടെ വിവരവുമെല്ലാം വന്നത്. ഹെയർ പിൻ വളവിൽ നിന്ന് വാൻ മറിഞ്ഞ് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 8-ലധികം പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്തുണ്ട്. പരിക്കേറ്റവരെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മരിച്ചവരിൽ 7 സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3 കുട്ടികളുണ്ട് എന്നുള്ള വിവരവുമുണ്ട്. ആ 3 കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കയും ഉണ്ട്. ഹെയർ പിൻ കയറുകയായിരുന്നു. അങ്ങനെ ഹെയർ പിൻ കയറുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 800 അടി താഴ്ചയിലേക്ക് ഈ വാഹനം മറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വിനോദസഞ്ചാരികളുമായി എത്തിയിട്ടുള്ള ഈ മിനി വാൻ 13-ാം ഹെയർ പിന്നിൻ്റെ കൈവരിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു ഭാഗത്ത് ആ സ്ഥലത്ത്, മറ്റൊരു ഭാഗത്ത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായവരുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 40-ലധികം ഹെയർ പിന്നുകളാണ് ഈ പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിലുള്ളത്. വളവും തിരിവുമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് കൈവരിയിലിടിച്ച് തെന്നി മറിയുകയായിരുന്നു. അപകടത്തിൽ വാഹനം പൂർണ്ണമായിട്ടും തകർന്നതിൻ്റെ കൂടി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുന്നത്.
മരിച്ച ആൾക്കാരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മരിച്ചവരുടെ വിവരങ്ങൾ, അവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ളവ വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും അധ്യാപകർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടേതെന്ന് തന്നെ പറയാവുന്ന കുഞ്ഞുങ്ങൾ എന്നിവർ ആണ് ഈ വാഹനത്തിലുള്ളത്. അവരുടെ പേര് വിവരങ്ങൾ ഇനി അടുത്ത നിമിഷങ്ങളിൽ വരാനിരിക്കുന്നതേയുള്ളൂ. റോഡിലാണ് ഇത്തരത്തിലൊരു വലിയ അതിദാരുണമായ അപകടമുണ്ടായിരിക്കുന്നത്. വാഹനങ്ങളെല്ലാം പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. തകർന്നിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 13-ാം ഹെയർപിൻ വളവിൽ ആണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. വിനോദയാത്രയ്ക്കെത്തിയ സംഘത്തിൻ്റെ ട്രാവലറാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. ഇതിൽ 8 മലയാളികൾ മരിച്ചിട്ടുണ്ട്. അതിൽ 10 പേർ മരിച്ചു എന്നുള്ള രീതിയിൽ അനൗദ്യോഗിക റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടം തന്നെ ഉണ്ടായിരിക്കുന്നത്. മലയാളികളാണ് മരിച്ചതെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. മലപ്പുറത്തു നിന്നും വിനോദയാത്രയ്ക്കെത്തിയ അധ്യാപക സംഘമാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മരിച്ചവരിൽ 7 സ്ത്രീകളും 1 പുരുഷനും ഉൾപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഇത്തരത്തിൽ മലപ്പുറത്തു നിന്നെത്തിയ വിനോദയാത്ര സംഘമാണ്. സ്കൂളിലെ അധ്യാപകരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അപകടവുമായി ബന്ധപ്പെട്ട്? സംഘം ഇടയ്ക്കൊരു പുഴയിൽ ഇരിക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അല്പസമയത്തിൽ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. അപ്പോൾ അതിൽ ഒരു ഡ്രൈവറും സ്കൂളിലെ അധ്യാപികമാരും അടങ്ങുന്ന ഒരു ചിത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപകടത്തിന് തൊട്ട് മുമ്പ് പകർത്തിയ ഒരു ചിത്രം, മൊബൈൽ ഫോണിൽ പകർത്തിയ ഒരു ചിത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന കണക്കനുസരിച്ച് 8 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി 3 പേരുടെ നില അതീവ ഗുരുതരം. കാരണം കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാകുന്നില്ല. ഇത് പൊള്ളാച്ചിയിലേക്കാണ് ഈ പരിക്ക് പറ്റിയവരെ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഈ കൂട്ടത്തിൽ 3 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ആ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ആ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ചില രക്ഷകർത്താക്കളും സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടി സ്കൂളിൽ നിന്ന് 10 മണിയോടുകൂടി സ്കൂളിൽ നിന്നാണ് ഈ സംഘം പുറപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവർ നേരത്തെ പറഞ്ഞനുസരിച്ച് ഇതിൽ ഒരു ഡ്രൈവർ നൗഷാദ് ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു. ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായ ആശ എന്നൊരു പേരാണ് ഇപ്പം നമുക്ക് ലഭിക്കുന്നത്. അത് അവിടെ നിന്നുള്ള ഒരു ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് തന്നൊരു വിവരമനുസരിച്ച് സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായ ആശ, അജിത, റംല, സുഹറ, ഒപ്പം തന്നെ നൗഷാദ് അത് ഡ്രൈവറാണ്. പിന്നെ റുഖിയ, നിഷാം, ഷക്കില എന്നീ വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ 3 കുട്ടികളുടെ പേരുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 5 മണിയോടുകൂടി അപകടം നടന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. 10 മുതിർന്നവരും 3 കുട്ടികളും അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് സ്ഥലത്തു നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഇതിൻ്റെ വ്യക്തമായ ഒരു കണക്ക് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മലപ്പുറം SP തന്ന കണക്കനുസരിച്ച്, അതായത് മലപ്പുറം SPക്ക് കിട്ടിയ വിവരമനുസരിച്ച് 13 പേരടങ്ങിയ അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 10 മുതിർന്നവരും 3 കുട്ടികളും ഉണ്ട്. 8 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരങ്ങളും മലപ്പുറം SP പറയുന്നുണ്ട്. പൊള്ളാച്ചിയിലെ ജനറൽ ആശുപത്രിയിലാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വിവരം. പൊള്ളാച്ചിയിലെ ജനറൽ ആശുപത്രിയിൽ ഈ മരണമടഞ്ഞ ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അവരുടെ 8 മൃതദേഹങ്ങളും പൊള്ളാച്ചിയിലെ ജനറൽ ആശുപത്രിയിലുണ്ട്. പരിക്ക് പറ്റിയവരെയും പൊള്ളാച്ചി കേന്ദ്രീകരിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. പരിക്ക് പറ്റിയവരെയും പൊള്ളാച്ചിയിലെ ജനറൽ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരും പൊള്ളാച്ചിയിലെ ജനറൽ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. ഈ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് മലപ്പുറം SP ആണ് നമുക്ക് തന്നിരിക്കുന്ന വിവരം. ഈ സംഘം സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു രാവിലെ 10 മണിയോടുകൂടി. അതിൽ 10 മുതിർന്നവർ, 3 കുട്ടികൾ, ഒപ്പം 8 പേരുടെ മരണം സ്ഥിരീകരിച്ചതുള്ള വിവരവും മലപ്പുറം SP നൽകുന്നുണ്ട്. ഇതനുസരിച്ച് മാത്രമല്ല, ഈ അവിടെ നിന്ന്, അതായത് ഈ സ്ഥലത്ത് നിന്ന് ഉള്ള ദൃക്സാക്ഷികൾ നൽകുന്ന കണക്കനുസരിച്ചാണ് 8 പേർ. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് സ്കൂളിൽ പോയ വിനോദസഞ്ചാരത്തിന് പോയ അധ്യാപകരുടെ ചിത്രവും കൂടെ നിൽക്കുന്ന ആളത് നൗഷാദാണ്. അദ്ദേഹം സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ കൂടിയാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു ചിത്രം കൂടി നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതെ, ആ ചിത്രം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ അപകടത്തിൽപ്പെട്ടവർ അവരാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള രീതിയിൽ ഈ വാർത്ത കാണരുത്. ആ ഒരു ഫോട്ടോ വരുന്നു, ആ രീതിയിലല്ലേ നമുക്ക് പറയാൻ പറ്റൂ ബിനോയ്.
കാരണം ഇത് അവരുടെ അപകടത്തിൽപ്പെട്ട ആളുകളുടെ മൊബൈലിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ചിത്രം ആണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇത് ഈ നൗഷാദിൻ്റെ വിവരം ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അത് മലപ്പുറത്ത് ഉള്ള ആളുകൾ തന്നെ സ്ഥിരീകരിച്ചതാണ്. ബാക്കി സ്ത്രീകളാണ്, അധ്യാപികമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ HM ഉണ്ടായിരുന്നു. ഒപ്പം സ്കൂളിലെ ഒരു പാചകം സംബന്ധിച്ചമായ ജോലികൾ ചെയ്യുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ്. ഈ പേര് വിവരങ്ങൾ നൽകിയത് PTA പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയില്ല. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ടവരുടെ ചിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അങ്ങനെയുള്ള ആ അപകടത്തിൽപ്പെട്ടവരുടെ മൊബൈലിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രമാണ് ഇത് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ ഈ അപകടം നടന്ന ഈ വളവ് 13-ാം വളവ്, വാൽപ്പാറയിലെ 13-ാം വളവിൻ്റെ കൃത്യമായിട്ടുള്ള പേര് എന്ന് പറയുന്നത് വാൽപ്പാറയിലെ 13-ാം കൊണ്ടൈ ആയു വളവ് എന്നാണ് അതിനെ പറയുന്നത്. വാൽപ്പാറയിലെ 13-ാം കൊണ്ടൈ ആയു വളവ്, തമിഴ് നാടിൻ്റെ പ്രദേശമായതുകൊണ്ട് തമിഴ് രീതിയിലുള്ളൊരു പേരാണ് അതിനുള്ളത്. 13-ാം കൊണ്ടൈ ആയു വളവിൽ വെച്ചാണ് ഈ അപകടം നടന്നത്. ഡ്രൈവർക്ക് വാനിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് വനമേഖലയിലെ 800 അടി താഴ്ചയിലുള്ള കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ അപകടത്തിൻ്റെ യാഥാർത്ഥ്യം. അപ്പോഴേക്കും ആ അപകടത്തിൻ്റെ വ്യാപ്തി ഏകദേശം മനസ്സിലായി കാണും. 800 അടി താഴ്ചയിലേക്കാണ് ആ വാഹനം മറിഞ്ഞിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ വാഹനങ്ങൾ അപകടത്തിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ പാർശ്വങ്ങളിൽ കെട്ടിയിരിക്കുന്ന ഭിത്തിയിൽ തട്ടിയതിന് ശേഷം വാഹനം മലക്കം മറിഞ്ഞ് 800 അടി താഴ്ചയിലേക്ക് പോയിരിക്കുന്നു. 9-ാം വളവിലേക്ക് എത്തിയിരിക്കുന്നു. ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രയധികം ഒരു വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയധികം ദാരുണമായ ഒരു അപകടം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ കഴിയും. ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടത് 8 മരണമാണ്. ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ പൊള്ളാച്ചി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം പരിക്കു പറ്റിയവരും പൊള്ളാച്ചി ജനറൽ ആശുപത്രിയിലുണ്ട്. ഇതിൽ 3 പേരുടെ നില, അതായത് പരിക്കു പറ്റിയവരിൽ 3 പേരുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഷോളയാർ ഭാഗത്തു നിന്നും എത്തിയ വാഹനങ്ങളിലാണ് പരിക്കു പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഒപ്പം ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഈ മൃതദേഹങ്ങളും അങ്ങനെ തന്നെ. കാരണം ഇത് തമിഴ്നാടിൻ്റെ മേഖലയാണ്. ഈ 13-ാം വളവ് എന്ന് പറയുന്ന പ്രദേശം, ആ 13-ാം വളവിൽ അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ അവർക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത സ്ഥലം എന്നുള്ളത് പൊള്ളാച്ചി ജനറൽ ആശുപത്രിയാണ്. അതുകൊണ്ടാണ് ജനറൽ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നത്. 2 തരത്തിലാണ് അപകടത്തിൻ്റെ കണക്കുകൾ പറയുന്നത്. മലപ്പുറത്ത് സ്കൂളിൽ നിന്നുള്ള ആളുകൾ നൽകുന്ന കണക്കനുസരിച്ച് 16 പേര് സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നും 3 കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികൾ സംഘത്തിലുണ്ടായിരുന്ന അധ്യാപകരുടെ കുട്ടികളാണ് എന്നാണ് പറയുന്നത്. ഒപ്പം ആ സ്കൂൾ വാൻ്റെ ഡ്രൈവറും ഈ സംഘത്തിൽ അപകടത്തിൽപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ട്. ഈ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ പൊള്ളാച്ചി ജനറൽ ആശുപത്രിയിലാണ്. അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം 13-ാം വളവിലെ പാർശ്വഭിത്തിയിൽ തട്ടിയതിന് ശേഷം ഏകദേശം 900 അടിയോളം വരുന്ന, അല്ലെങ്കിൽ അത്രയധികം ദൈർഘ്യമേറിയ ഒരു സ്ഥലത്തേക്ക് വാഹനം മറിയുകയായിരുന്നു. വലിയ താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. അത് 9-ാം വളവിലേക്ക് എത്തുന്നു. വാഹനം മറിയുന്നതിനിടയിൽ പല പ്രാവശ്യം വാഹനം കറങ്ങി മലക്കം മറിഞ്ഞാണ് എത്തിയത്. അതുകൊണ്ടാണ് വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ് വാഹനമുള്ളത്. പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് വാഹനം ഉള്ളത്. സാധാരണ ഈ വേനൽക്കാലമാകുമ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗം, അത് തമിഴ്നാടിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ, 2 സംസ്ഥാനങ്ങളുടെയും ഒരു അതിർത്തി പ്രദേശത്തുള്ള വാൽപ്പാറയിലേക്ക് പോകുന്ന പതിവുണ്ട്. വളരെയധികം വിനോദസഞ്ചാരികളാണ് വേനൽക്കാലത്ത് ഇവിടെ എത്തുന്നത്. അത്തരത്തിൽ ഈ വാൽപ്പാറയിലേക്ക് പോയ ഒരു സംഘം രാവിലെ 8 മണിയോടുകൂടി മലപ്പുറത്തെ സ്കൂളിൽ നിന്നും ഇവർ യാത്ര പുറപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തമിഴ്നാട് വാൽപ്പാറയിൽ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 8 മലയാളികൾ മരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വാൽപ്പാറ പൊള്ളാച്ചി പാതയിലാണ് അപകടം നടന്നത്. മലപ്പുറത്ത് നിന്നും വിനോദയാത്രയ്ക്കെത്തിയ അധ്യാപക സംഘമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. മരിച്ചവരിൽ 7 സ്ത്രീകളും 1 പുരുഷനും ഉൾപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 17 പേരുണ്ടായിരുന്നു എന്നതാണ് വിവരം ലഭിക്കുന്നത്. ഇതിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ പരിക്കേറ്റതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് അപകടം നടന്നത് എന്നുള്ള കാര്യത്തിലുമൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയും MS ബനീഷുമാണ്.